വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. നല്ല ടേസ്റ്റോടു കൂടി എങ്ങനെയാണ് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ബിരിയാണിയിലേക്ക് ആവശ്യമായത് 1.5 വലിയ ഉള്ളി, കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ്, 2 കപ്പ് അരി കുതിർത്ത് വെച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, ചെറുനാരങ്ങ നീര്, 1 വലിയ തക്കാളി, മല്ലിയിലയും പുതിനയും കൂടി അരിഞ്ഞെടുത്തത്. ഇനി ബിരിയാണി റെഡിയാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണ്ടെങ്കിൽ വെറും നെയ്യിൽ മാത്രം ഉണ്ടാക്കാവുന്നതാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 കറുവപ്പട്ടയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോണ പരുവത്തിലുള്ള വെജിറ്റബിൾസ് ചേർക്കരുത്. അങ്ങനെയാണെങ്കിൽ ചോറെല്ലാം ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഞാനിവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല. 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളകെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ്. പിള്ളേരുള്ള വീട്ടിലൊക്കെ വളരെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി. ജീരകം ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ക്രഷ് ചെയ്യാതെയും ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് അരിക്കുള്ളത് 4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അരി ഒരു 10 മിനിറ്റ് ഞാനൊന്ന് കുതിർത്തെടുത്തതാണ്. ഒത്തിരി നേരം കുതിർത്തെടുക്കരുത്. ഇനി അതും കൂടി അരി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ബസ്മതി റൈസിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഏതരിയാണെങ്കിലും ആ അരി എടുക്കുന്ന അതിൻ്റെ ഡബിൾ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പെല്ലാം ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. തിളയ്ക്കുന്ന വരയ്ക്കും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. തിളച്ചതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം. ഇനി ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒരു കുറച്ചും കൂടി വെള്ളമുള്ളൂ വറ്റാനായിട്ട്. അപ്പോൾ അത്യാവശ്യം അരിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഇട്ടിട്ട് അങ്ങോട്ട് കുത്തി ഇളക്കിയിട്ട് അരിയെല്ലാം പൊടിച്ച് കളയരുത്. വീണ്ടും അടച്ച് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിന് ചോറെല്ലാം റെഡിയായി കിട്ടും. അപ്പോൾ അതാ ചോറെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഒരു 15 മിനിറ്റ് എടുത്ത് എനിക്ക് വെന്ത് റെഡിയായി വരാനായിട്ട്. അരിയെല്ലാം ഇട്ട് നല്ല പോലെ തിളച്ചതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റിപ്പോവും. അരി വെന്തിട്ടും കിട്ടില്ല. റെഡിയായി വന്ന ബിരിയാണി പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കുക. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് വെജിറ്റബിൾ ബിരിയാണി. കുക്കറിലാണെങ്കിലും ഒരു വിസിലെല്ലാം വരുമ്പോഴത്തേന് പെട്ടെന്ന് റെഡിയായി കിട്ടും. പാത്രത്തിലാണെങ്കിലും പെട്ടെന്ന് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിലെല്ലാം റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ 2-3 വഴുതനങ്ങ കൂടി എടുത്തിട്ടൊന്ന് വറുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.